ഇസ്രായേലിൽ കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വലിയൊരു ദുരന്തമാണ് ഇസ്രായേൽ ജനത ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ വലിയൊരു കാട്ടുതീ ഇസ്രായേൽ നഗരങ്ങളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭയാനകമായ ദൃശ്യങ്ങളാണ് ഓരോ ദിവസങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാട്ടുതീ ഇസ്രായേലിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും നഗരങ്ങളിലുമൊക്കെ പടർന്നു പിടിക്കുന്നതിൻ്റെ ആ ഒരു ഭയാനകമായ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളുമൊക്കെ അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജെറുസലേമിലെ കുന്നുകളിലാണ് ആദ്യമായി തീപിടുത്തമുണ്ടാകുന്നത്. ആ തീ പിന്നീട് പടർന്നു പിടിച്ച് ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ പോലും ആളിപ്പടരുന്നു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളെയാണ് അവിടെ നിന്നും ഇസ്രായേൽ ഭരണകൂടം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് ആളുകളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുകയാണ്. അവരുടെ വീടുകളെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് അവർ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് അവർ ഓടി രക്ഷപ്പെടുകയാണ്. ഏകദേശം 3000-ഓളം ഏക്കർ ഭൂമി കത്തി നശിച്ചു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. നോക്കൂ, ഈ ഒരു വിഷയത്തെ പ്രാദേശിക അടിയന്തരാവസ്ഥയെന്നല്ല, ഒരു ദേശീയ അടിയന്തരാവസ്ഥയെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു സംഭവത്തെക്കുറിച്ച് വിവരിച്ചത്. മറ്റു രാജ്യങ്ങളുടെ സഹായത്തിൻ്റെ ആവശ്യകതയും ഒരുപക്ഷെ ഈ ഒരു സമയത്ത് ഇസ്രായേലിന് വേണ്ടിവരുന്നു എന്നുള്ളതാണ്. കാട്ടുതീ മാത്രമല്ല, ശക്തമായ മണൽക്കാറ്റും ഇസ്രായേലിൻ്റെ നഗരങ്ങളിൽ പടർന്നു പിടിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ തെക്കൻ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ശക്തമായ മണൽക്കാറ്റുകൾ വീശിയടിക്കുന്നത്. കാറ്റ് വീശിയതോടുകൂടി പലയിടത്തും കാണാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ 77ാമത് സ്വാതന്ത്ര്യദിന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തത്സമയ ചടങ്ങുകൾ പോലും റദ്ദാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പല രീതിയിൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇസ്രായേൽ രാഷ്ട്രം സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്കറിയാം, ഏകദേശം 1-2 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലെങ്ങും ശക്തമായ കാട്ടുതീ പടർന്നു പിടിച്ചത്. ദിവസങ്ങളോളം നീണ്ടുനിന്ന ആ ഒരു കാട്ടുതീ അണയ്ക്കാൻ അമേരിക്ക എന്ന് പറയുന്ന ആ വലിയൊരു രാജ്യത്തിന് ഒരുപാട് പാടുപെടേണ്ടി വന്നു. വലിയ നഷ്ടങ്ങളെന്ന് അമേരിക്കയ്ക്കുണ്ടായി. $1 മില്യൺ കണക്കിനുള്ള നഷ്ടങ്ങൾ, ഏക്കറോളം ഭൂമികൾ കത്തി നശിച്ചു. അങ്ങനെ നീണ്ട ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിലാണ് അമേരിക്കയ്ക്ക് ആ ഒരു കാട്ടുതീ അണയ്ക്കാൻ സാധ്യമായത്. ഇപ്പോൾ അതേ കാട്ടുതീ ഇസ്രായേലിലേക്കും പടർന്നു പിടിക്കുന്നു. നമുക്ക് വലിയ വലിയ രാഷ്ട്രങ്ങൾ, വലിയ ആധുനിക സംവിധാനങ്ങളും വലിയ നൂതന സാങ്കേതിക വിദ്യകളുമൊക്കെയുള്ള വലിയ വലിയ രാഷ്ട്രങ്ങൾ ഭൂമിയിലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പിൽ നോക്കുകുത്തികളായി മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും കാണുവാൻ കഴിയുന്നത്. അമേരിക്കയിൽ കണ്ടതും അതുതന്നെയാണ്, ഇസ്രായേലിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. പ്രകൃതിക്ക് മുമ്പിൽ മനുഷ്യൻ എത്രത്തോളം നിസ്സഹായനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യർ ആ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ജീവന് വേണ്ടി അവർ നെട്ടോട്ടമോടുകയാണ്. മനുഷ്യന്മാരുടെ അഹങ്കാരങ്ങൾ ആ ഒരു പ്രകൃതി ദുരന്തത്തിന് മുന്നിൽ എല്ലാം തകർന്നു തരിപ്പണമാവുകയാണ്. താനിതുവരെ ഉണ്ടാക്കി വെച്ച സ്വത്ത് സമ്പാദ്യങ്ങൾ, അവൻ്റെ എല്ലാ പാർപ്പിടങ്ങളും കാറുകളും എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് തകർന്നു തരിപ്പണമായി മാറുകയാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഈ മനുഷ്യന്മാരാണ് ഇത്തരത്തിൽ ഈ ലോകത്ത് സ്ഥലം പിടിച്ചെടുക്കാനും ഭൂമി പിടിച്ചെടുക്കാനും പണത്തിനും അധികാരത്തിനും വേണ്ടി കൊല്ലാക്കൊലകൾ ചെയ്തു കൂട്ടുന്നത്. നോക്കൂ, ഇന്നത്തെ ഈ ഒരു ആധുനിക കാലഘട്ടത്ത് മനുഷ്യന്മാർ ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടെത്തുകയുണ്ടായി. വലിയ വലിയ നൂതന സാങ്കേതിക വിദ്യകളും ഹൈടെക് ടെക്നോളജിയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്ത് അത്തരം ടെക്നോളജിക്കൊന്നും അല്ലെങ്കിൽ അത്തരം ഒരു ശാസ്ത്രത്തിനൊന്നും ഈ പ്രകൃതി ദുരന്തങ്ങളെ തടുക്കുവാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യന്മാർ കണ്ടെത്തിയ ആ ഒരു നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കൊന്നും ഈ പ്രകൃതി ദുരന്തങ്ങളെ ഒന്നും നിർത്താൻ പോലും സാധിക്കുന്നില്ല. ഇത് അഹങ്കാരികളായ മനുഷ്യർക്കുള്ള തിരിച്ചറിവാണ്. ഞാൻ വലിയവനാണെന്നും എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് അഹങ്കരിക്കുന്ന ഓരോ മനുഷ്യർക്കുമുള്ള പാഠമാണിത്. നമുക്കറിയാം, കാലാകാലങ്ങളായി ഗസയിലെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് അവരുടെ വീടുകൾക്ക് നേരെ വലിയ വലിയ മിസൈലുകളും ബോംബുകളും ഒക്കെ വന്നു പതിക്കുന്നത്. ആ ബോംബുകളുടെയും മിസൈലുകളുടെയും ആക്രമണത്തിൽ അവരുടെ വീടുകളെല്ലാം നിഷ്പ്രയാസം കത്തിനശിക്കുകയാണ്. അവരുടെ കുടുംബക്കാർ, മക്കൾ, ഭാര്യ, മാതാപിതാക്കൾ എല്ലാവരും നഷ്ടപ്പെടുകയാണ്. അവർ അതുവരെ കൂട്ടിവെച്ച അവരുടെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് ഇല്ലാതാവുകയാണ്. അത്തരത്തിൽ ആ ഒരു മിസൈലുകളും ബോംബുകളുമൊക്കെ ഗസയിലെ തെരുവുകളെ വലിയൊരു തീഗോളമായി വിഴുങ്ങുമ്പോൾ അതേ തീഗോളങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കാലം നമ്മളെ എന്താണ് പഠിപ്പിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. എത്രയെത്ര അഹങ്കാരികളായ ഭരണാധികാരികളാണ് മരണപ്പെട്ടു പോയത്. പണ്ടുള്ള രാജാക്കന്മാർ മറ്റുള്ള അയൽരാജ്യങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടി ആ രാജ്യങ്ങളിൽ കടന്നു ചെന്ന് അവിടെയുള്ള ജനതയെ കൂട്ടക്കുരുതി ചെയ്യുമ്പോൾ
അന്ന് കൂട്ടക്കുരുതി ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുത്ത പല രാജാക്കന്മാരും ഇന്ന് 6 അടി മണ്ണിലാണ്. അവർ കടന്നാക്രമിച്ച് പിടിച്ചെടുത്ത ആ രാജ്യങ്ങൾ, അവരുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ, സ്വർണങ്ങൾ, വലിയ കൊട്ടാരങ്ങൾ ഒന്നും അവർക്കൊരു തുണയായി മാറിയില്ല. അതൊന്നും അവർക്കൊരു സഹായമായി മാറിയില്ല. അവസാനം ആ ധിക്കാരികളായ ഭരണാധികാരികൾക്ക് ലഭിച്ചത് വെറും 6 അടി മണ്ണ് മാത്രമാണ്. കൂടാതെ ആ മനുഷ്യനെ പൊതിയാനുള്ള ഒരു കഫൻ തുണിയും. അതുമാത്രമാണ് അവൻ്റെ അവസാനത്തെ സമ്പാദ്യമെന്ന് പറയുന്നത്. അല്പായുസ് മാത്രമുള്ള ഈ ഭൂമി ലോകത്താണ് മനുഷ്യന്മാർ പണത്തിനും അധികാരത്തിനും എല്ലാത്തിനും വേണ്ടി മറ്റുള്ള മനുഷ്യന്മാരെ നിസ്സാരം പോലെ കൊന്നുതള്ളുന്നത്. കാലം കണക്ക് ചോദിക്കാതെ ഒരിക്കലും കടന്നു പോകില്ല. നോക്കൂ, ധിക്കാരികളായ മനുഷ്യരെക്കുറിച്ച്. അഹങ്കാരികളായ മനുഷ്യർ ചെയ്തു കൂട്ടുന്ന അത്തരം പ്രവൃത്തികൾ അള്ളാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. ഇത് ഖുർആൻ പറയുന്ന കാര്യമാണ്. അവനെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ധിക്കാരികൾക്ക് അള്ളാഹു ആ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിൽ ശിക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ഭയാനകമായ ശിക്ഷകൾ. പല ശിക്ഷകളും അത് പ്രകൃതി ദുരന്തങ്ങൾ വഴിയായിരുന്നു അള്ളാഹു കൊടുത്തത്. മണൽക്കാറ്റിലൂടെ, തീക്കാറ്റിലൂടെ, ഭൂമികുലുക്കത്തിലൂടെ, ഘോരമായ വലിയ ശബ്ദത്തിലൂടെ, അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ വഴി അള്ളാഹുവിനെ ധിക്കരിച്ച പല ആളുകളെയും അള്ളാഹു നശിപ്പിച്ചതായി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും പ്രവാചകന്മാരെ നിഷേധിക്കുകയും ചെയ്തവർക്ക് ഈ ലോകത്ത് വെച്ച് അനുഭവിക്കേണ്ടി വന്ന 4 തരം ശിക്ഷകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ സൂറത്തിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ്: അങ്ങനെ എല്ലാവരെയും അവരവരുടെ കുറ്റത്തിന് നാം പിടികൂടി. അവരിൽ ചിലരുടെ നേരെ നാം ചരൽക്കാറ്റ് അയക്കുകയാണ് ചെയ്തത്. അവരിൽ ചിലരെ ഘോരശബ്ദം പിടികൂടി. അവരിൽ ചിലരെ നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അവരിൽ ചിലരെ നാം മുക്കി നശിപ്പിച്ചു. അവരോട് അക്രമം ചെയ്യുകയായിരുന്നില്ല, പക്ഷെ അവർ അവരോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു. നോക്കിതിൽ അള്ളാഹു 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 ചരൽക്കാറ്റ്, 2 ഘോരശബ്ദം, 3-ാമത്തേത് ഭൂമി ആഴ്ത്തിക്കളയുക, 4-ാമത്തേത് പ്രളയത്തിലൂടെ മുക്കി നശിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ. ഇതിൽ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരൽക്കാറ്റിലൂടെ നശിപ്പിച്ചു കളഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ സൂറത്തിൽ 6 മുതൽ 8 വരെയുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത് പ്രകാരമാണ്: എന്നാൽ ആദ് സമുദായം ആഞ്ഞു വീശുന്ന അത്യുഗ്രമായ കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു. തുടർച്ചയായ 7 രാത്രിയും 8 പകലും ആ കാറ്റ് അവർക്ക് നേരെ അവൻ തിരിച്ചുവിട്ടു. അപ്പോൾ കടപുഴകി വീണ ഈന്തപ്പന തടികൾ പോലെ ആ കാറ്റിൽ ജനങ്ങൾ വീണ് കിടക്കുന്നതായി നിനക്ക് കാണാം. ഇനി അവരുടേതായി അവശേഷിക്കുന്ന വലുതും നീ കാണുന്നുണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ്. ആദ് സമുദായത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ച ധിക്കാരികളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ അത്യുഗ്രമായ കാറ്റുകൊണ്ട് ഇത്തരത്തിൽ നശിപ്പിച്ചു കളഞ്ഞത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തെയും ഇത്തരത്തിൽ അള്ളാഹു ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് നശിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ സൂറത്തിലെ 84-ാമത്തെ ആയത്തിൽ കാണാം: നാം അവരുടെ മേൽ ഒരുതരം ചരൽക്കല്ലുകൊണ്ടുള്ള മഴ വർഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുക. 11-ാമത്തെ സൂറത്തിലെ 82-83 ആയത്തിൽ കൂടി അള്ളാഹു പറഞ്ഞത് പ്രകാരമാണ്: അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ രാജ്യത്തെ നാം കീഴ്മേൽ മറിക്കുകയും അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടികക്കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടവയത്രേ ആ കല്ലുകൾ. 2-ാമതായി ഘോരശബ്ദമാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായമായിരുന്ന സമൂദ് ഗോത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള അത്യന്തം ഭീകരമായ ഘോരശബ്ദത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തെ നശിപ്പിച്ചു കളഞ്ഞത്. 69-ാമത്തെ സൂറത്തിലെ 6-ാമത്തെ ആയത്തിൽ കാണാം: എന്നാൽ സമൂദ് സമുദായം അത്യന്തം ഭീകരമായ ഒരു ശിക്ഷ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. 29-ാമത്തെ സൂറത്തിലെ 40-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്: അവരിൽ ചിലരെ ഘോരശബ്ദം പിടികൂടി. 54-ാമത്തെ സൂറത്തിലെ 31-ാമത്തെ ആയത്തിൽ കാണാം: നാം അവരുടെ നേരെ ഒരു ഘോരശബ്ദം അയക്കുക തന്നെ ചെയ്തു. അപ്പോൾ അവർ ആലവളച്ച് കെട്ടുന്നവർ വിട്ടേച്ചു പോയ ചുള്ളിത്തുരുമ്പുകൾ പോലെ ആയിത്തീർന്നു. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായമായ മദിയൻ നിവാസികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ അതിഭയാനകമായ ഘോരശബ്ദത്തിലൂടെയായിരുന്നു നശിപ്പിച്ചു കളഞ്ഞത്. 94 മുതൽ 95 വരെയുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്: നമ്മുടെ കൽപ്പനകൾ വന്നപ്പോൾ ഷുഹൈബിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. അക്രമം ചെയ്തവരെ ഘോരശബ്ദം പിടികൂടുകയും ചെയ്തു. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ പാർപ്പിടങ്ങളിൽ കമിഴ്ന്നു വീണ് കിടക്കുകയായിരുന്നു. അവർ അവിടെ താമസിച്ചിട്ടില്ലാത്ത പോലെ സ്ഥലം ശൂന്യമായി മാറി. 3-ാമതായി ഭൂമിയിൽ ആഴ്ത്തുക എന്നുള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഖാറൂനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞത് ഇത്തരത്തിൽ ഭൂമിയിൽ ആഴ്ത്തിക്കൊണ്ടായിരുന്നു. നോക്കൂ, ഖുർആനിൽ 28-ാമത്തെ സൂറത്തിലെ 81-ാമത്തെ ആയത്തിൽ കാണാം: അങ്ങനെ അവനെയും അവൻ്റെ ഭവനത്തെയും നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് പുറമെ തന്നെ സഹായിക്കുന്ന ഒരു കക്ഷിയും അവനുണ്ടായില്ല. അവൻ സ്വയം രക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലുമായില്ല. 4-ാമതായി മുഖ്യ നശിപ്പിക്കലാണ്.
അതായത് പ്രളയത്തിലൂടെ മുക്കി നശിപ്പിക്കൽ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തെയാണ് ഇത്തരത്തിൽ ജലപ്രളയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി നശിപ്പിച്ചു കളഞ്ഞത്. നോക്കൂ, 23-ാമത്തെ സൂറത്തിലെ 27-ാമത്തെ ആയത്തിൽ കാണാം, അപ്പോൾ നാം അദ്ദേഹത്തിന് ഇപ്രകാരം ബോധനം നൽകി, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശത്തിനും അനുസരിച്ചും നീ കപ്പൽ നിർമ്മിച്ചു കൊള്ളുക. അങ്ങനെ നമ്മുടെ കൽപ്പന വരികയും അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടുകയും ചെയ്താൽ എല്ലാ വസ്തുക്കളിൽ നിന്നും 2 ഇണകളെയും നിന്റെ കുടുംബത്തെയും നീ അതിൽ കയറ്റിക്കൊള്ളുക. അവരുടെ കൂട്ടത്തിൽ ആർക്കെതിരിൽ വചനം മുൻകൂട്ടി ഉണ്ടായിട്ടുണ്ടോ അവരൊഴികെ. അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിച്ചു പോകരുത്. തീർച്ചയായും അവർ മുഖ്യ നശിപ്പിക്കപ്പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആയത്തുകൾ കാണാം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖ്യ നശിപ്പിച്ചത് ഫിറൗനെയായിരുന്നു. ഫിറൗനെയും സൈന്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖ്യ നശിപ്പിച്ചത് ചെങ്കടലിലായിരുന്നു. 26-ാമത്തെ സൂറത്തിലെ 63 മുതൽ 66 വരെയുള്ള ആയത്തുകളിൽ അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല ധിക്കാരികളായ ജനതയും പല ധിക്കാരികളായ ഭരണാധികാരികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതി ദുരന്തങ്ങളിലൂടെ നശിപ്പിച്ചിട്ടുണ്ട്.